അസ്സലാമു അലൈക്കും. ഫറാസ്ദയുടെ ഈ മഹനീയ വേളയിൽ ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേരെന്താണെന്നറിയാമോ? ഒരു സ്വപ്നം. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഭൂമിയിൽ ഉദിച്ചുയർന്ന ചന്ദ്രൻ. ആ ചന്ദ്രകിരണങ്ങൾ മക്കയിലെ എല്ലാ വീടുകളിലും പരന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ചന്ദ്രകിരണങ്ങൾ ഒന്നിച്ച് ചന്ദ്രനായി മാറി. ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ്? ഓരോ സ്വപ്നത്തിനും അർത്ഥമുണ്ടെന്നല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ വീടിനടുത്തുള്ള ഒരു ക്രൈസ്തവ പുരോഹിതനെ ചെന്ന് കണ്ടു. തൻ്റെ സ്വപ്നങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, വരവായി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആര്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോകം ആറ്റുനോക്കുന്ന ഒരു പ്രവാചകൻ വരവായിരിക്കുന്നു. ആ പ്രവാചകൻ്റെ മിത്ര സുഹൃത്താണ് നിങ്ങൾ. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആഹ്ലാദം നിർത്താനായില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് അറിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ആ പുരോഹിതൻ പറഞ്ഞു, ആ പ്രവാചകൻ ലോകത്തിലെ തിന്മകളെല്ലാം തുടച്ചു നീക്കും, അല്ലാഹുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയായിരുന്നു. അപ്പോഴാണ് അബൂജഹലിനെ കണ്ടത്. അബൂജഹൽ പറഞ്ഞു, നിന്റെ സുഹൃത്ത് നിന്നെ പറ്റിച്ചത് നീ കണ്ടില്ലേ? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആര്? എന്ത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മുഹമ്മദ് നിന്നെ പറ്റിച്ചില്ലേ? അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാര്യം മനസ്സിലായത്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.